പി സുനീർ രാജ്യസഭാ സ്ഥാനാർത്ഥി സിപിഐയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പി സുനീറിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. LDF കൺവീനർ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് രാജ്യസഭാ സീറ്റ് സിപിഐക്കും കേരള കോൺഗ്രസിനുമാണെന്ന് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ സിപിഐ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പി സുനീറാകും രാജ്യസഭാ സ്ഥാനാർത്ഥി സിപിഐയുടേത്. നേരത്തെ കേരള ഹൗസിംഗ് ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് പി സുനീർ. സിപിഐയുടെ കരുത്തുറ്റ ഒരു നേതാവ് കൂടി തന്നെയാണ്. LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനം അത് ഏറെ കീറാമുട്ടിയായിരുന്നു. ഒടുവിൽ എല്ലാം ഒരു സമവായത്തിലേക്ക് എത്തി. CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. തുടർന്നാണ് 2 സീറ്റുകളിൽ ഒരെണ്ണം CPIക്കും 1 കേരള കോൺഗ്രസിനും നൽകാൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയായി പി സുനീറിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബിനോയ് വിശ്വം നേരത്തെ തന്നെ ഈ ഒരു കാര്യത്തിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കടുത്ത നിലപാട് മാധ്യമങ്ങളോടക്കം എടുത്തിരുന്നു. ബിനോയ് വിശ്വം കുറെ കൂടി അനുകൂലമായ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യവും കേരളത്തിന് വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. ആലോചിച്ചിട്ടില്ല, LDF ആലോചിച്ച് തീരുമാനിച്ചു. രാജ്യസഭയിലൊക്കെ CPIയുടെ കൂടുതൽ ഇടപെടൽ ആവശ്യമുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആ നിലയിൽ ഇടപെടാനുള്ള ഒരു സാധ്യത കൂടി അല്ല, രണ്ടിലപ്പത്തിന് കൂടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ ഒന്നുണ്ട്, ഒന്നും കൂടെ രണ്ടോ ഇലപ്പത്തിന് ചാൻസ് ഇല്ല. ഇടപെടലിന്റെ സാധ്യത ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ അവിടുത്തെ ഒരു ഇതുപോലെയാണ്. എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിർണായകമായ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ സന്ദർഭമാണ്. അവിടെ പരമാവധി സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചു. ചെറുപ്പക്കാരനല്ല തൊട്ടടുത്ത് നിൽക്കുന്നത്. അല്ല, എല്ലാ പാർട്ടികളിലും ഈ പ്രവണത ശക്തമാണ്. കേരളത്തിലെ CPM അംഗങ്ങൾ ചെറുപ്പക്കാരാണ്. കോൺഗ്രസിന് അംഗം യുവ അംഗമാണ്, യങ്ങസ്റ്റാണ് സഭക്കാലത്തില്ല, കേരളത്തിലല്ല. അപ്പോൾ അത് മറ്റ് പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ പ്രവണതയുണ്ട്. ഒരു പുതിയ കാര്യമായിട്ടല്ല ഇപ്പോൾ വരുന്നത്. നമ്മൾ നേതാക്കന്മാരെ അയക്കുന്നത് മാത്രം. ഓക്കെ, സന്തോഷം. ശരി. ഓക്കെ, പി സുനീർ CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ മഹേഷ്, മലപ്പുറത്ത് നിന്നുള്ള മുതിർന്ന നേതാവ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇപ്പോൾ പി സുനീറിലേക്ക് എത്തിയിരിക്കുന്നു. CPI നേരത്തെ തന്നെ ഇദ്ദേഹം തന്നെയായിരുന്നു പരിഗണിച്ചുകൊണ്ടിരുന്നത്, അതോ പെട്ടെന്ന് ഈ ഒരു പേരിലേക്ക് എത്തുകയായിരുന്നു? വിവരങ്ങൾ. മഹേഷ്, കേൾക്കാമോ? പി സുനീറാണ് CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. മുതിർന്ന അംഗം, മുതിർന്ന നേതാവ്, മലപ്പുറത്ത് നിന്നുള്ള മുതിർന്ന നേതാവാണ് പി സുനീർ. ഇതിനു പുറമെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട്. നമുക്കിപ്പോൾ മഹേഷ്, ഈ പി സുനീറിലേക്ക് എത്തിയിരിക്കുന്നു CPI നേരത്തെ തന്നെ അവർക്ക് സീറ്റ് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. മുതിർന്ന നേതാവാണ്, മലപ്പുറത്ത് നിന്നുള്ള മുതിർന്ന നേതാവാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്. വിവരങ്ങൾ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ നിലവിലെ ചെയർമാനാണ് പി സുനീർ. അദ്ദേഹത്തെയാണ് രാജ്യസഭാ അംഗമാക്കാൻ ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പി സുനീർ 2019 രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ച
വ്യക്തി കൂടിയാണ്. ഹൗസിംഗ് ബോർഡ് മുൻ ഡയറക്ടർ അംഗവുമായിരുന്ന അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. CPIയുടെ പ്രവാസി സംഘടനയുടെ ഭാരവാഹിത്വം വഹിച്ചിരുന്നു. UP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി എന്ന നിലയിലും മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി മുൻപുറത്തുള്ള സുനീർ ഒരു CPIയുടെ യുവമുഖമാണ്. അങ്ങനെ PP സുനീറിനെയാണ് സ്ഥാനാർത്ഥിയാക്കുവാൻ CPI തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ നീണ്ട തർക്കങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിലാണ് LDFിലെ CPI തങ്ങളുടെ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പിടിച്ചെടുക്കുകയും ആ സീറ്റിൽ CPI സുനീറിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ CPM തങ്ങളുടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയത് മാതൃകാപരമാണെന്നും അതിനാൽ അഭിനന്ദിക്കുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. മഹേഷ്, ഈ CPIയുടെ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ സുനീറിന്റെ പേര് തന്നെയായിരുന്നോ പരിഗണനയിൽ ഉണ്ടായിരുന്നത്, അതോ മറ്റേതെങ്കിലും പേരുകൾ വന്ന് ഒടുവിൽ സുനീറിലേക്ക് എത്തുകയായിരുന്നോ? CPI ഇക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നു. ആനി രാജ അടക്കമുള്ള പേരുകളും പ്രകാശ് ബാബുവിന്റെ പേരും മറ്റും ഉയർന്നിരുന്നു. CP സുനീറിന്റെ പേര് കാര്യമായ രീതിയിൽ ഉയർന്നു വന്നിരുന്നില്ല ആദ്യഘട്ടത്തിലൊന്നും. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിരുന്നു. അത് കഴിഞ്ഞ് ഇടതുമുന്നണി യോഗത്തിലേക്ക് പോയി. ആ യോഗത്തിന് മുമ്പായിട്ട് CPIക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി CPI വീണ്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വൈകുന്നേരം ചേരുകയായിരുന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇപ്പോൾ PP സുനീറിനെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ മഹേഷ്, എന്താണെങ്കിലും നിർണായകമായ ചുമതല വഹിക്കാൻ പോവുകയാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നന്നായി വഹിക്കും, എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്നാണ് മാധ്യമങ്ങളോട് PP സുനീർ പറഞ്ഞത്. CPI നേതാവാണ്. നിലവിൽ കേരള ഹൗസിംഗ് ബോർഡ് ചെയർമാനാണ് PP സുനീർ. ഇതിനൊക്കെ പുറമെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, യുവമുഖമാണ്. അങ്ങനെ PP സുനീറാണ് ഇനി CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. വിവരങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ചന്ദ്രൻ.